അതെ, പ്രഭാഷണം തുടരണ്ട. അതായത് ഇന്നലെ നമുക്കൊരു വന്ദേ ഭാരത് കിട്ടി, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഒരുപാട് നന്ദിയുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന്. പിന്നെ അതിനെക്കുറിച്ചൊരു ചെറിയ എന്താ പറയുക ചർച്ചകൾ നടക്കുന്നുണ്ട്. RSSൻ്റെ ഗണഗീതം അതിനകത്ത് പാടിയെന്നുള്ളത്. പാട്ട് പാടുന്നതിൽ എന്താ തെറ്റ്? അത് ഒരു ദേശഭക്തി ഉള്ള ഒരു പാട്ടാണ്. അത് ദക്ഷിണ റെയിൽവേയിൽ അവർ പോസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാ മതവിശ്വാസികളും അതിനകത്തുള്ളതാണ്. അപ്പോൾ ശബരിമലയ്ക്ക് പോകണവർ ഭജന പാടി പോകാറുണ്ട്, അതിനകത്തല്ല ഞാൻ പറയാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആൾക്കാർ കൊന്ത ചൊല്ലാറുണ്ട്, മുസ്ലിംസ് അതുപോലെ തന്നെ നിസ്കാരങ്ങൾ. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇത് പാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രീ ഡിസൈൻ ആണോ എന്ന് സംശയമുണ്ട്. അതിപ്പോൾ എന്തെങ്കിലും ആട്ടെ, ദക്ഷിണ റെയിൽവേ അത് പോസ്റ്റ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്തു, വീണ്ടും അതിൻ്റെ അർത്ഥത്തോടുകൂടി വീണ്ടും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ അതിനെക്കുറിച്ചും ചർച്ചയ്ക്കോ അല്ലെങ്കിൽ വാഗ്വാദത്തിനോ തെറിവിളിക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ കാര്യം എന്താണ്? ഒരു വന്ദേ ഭാരത് നമുക്ക് കിട്ടി. ഇനിയും അതുപോലുള്ള ട്രെയിൻ സർവീസുകൾ വരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്.